അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. നമ്മളൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിനാണ്. പക്ഷേ ഒരു സങ്കടകരമായ കാര്യം എന്ന് പറഞ്ഞത് ഇന്ന് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, എസ്പെഷ്യലി സ്ത്രീകളുടെ കേസുകളിൽ. ഇപ്പോൾ നമുക്കറിയാം PCOD പോലത്തുള്ള അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട്. കുറച്ച് മുന്നൊക്കെ കുറച്ച് ഏജ്ഡ് ആയ ആളുകൾക്കാണ് PCOD എങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ 15-16 വയസ്സുള്ള ചെറിയ പെൺകുട്ടികളൊക്കെ ഈ PCOD കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. നമ്മൾ മാറി മാറി വരുന്ന ആരോഗ്യ രീതികൾ അല്ലെങ്കിൽ ഭക്ഷണ രീതികൾ, നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ ഇത്തരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസിലേക്കൊക്കെ നമ്മളെ നയിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ കുറിച്ച് ചർച്ച ചെയ്യാനും സ്ത്രീകളുടെ ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചിട്ട് നമ്മളോട് സംവദിക്കാനും നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ സയാന സലാമാണ്. ഡോക്ടറെ, ഇപ്പോൾ നമുക്കറിയാം ഇന്ന് പെൺകുട്ടികൾ നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രയാസമാണ് PCOD എന്നുള്ളത്. അപ്പോൾ എനിക്കും അതേപോലെ പല ആളുകൾക്കുള്ളൊരു ഡൗട്ടാണ്, ഈ PCODയും PCOSും ഒന്നാണോ? നുബില പറഞ്ഞ വിഷയത്തിൽ ഇപ്പോൾ സ്ത്രീകളുടെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇന്ന് ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് PCOD, PCOS. അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. രോഗത്തിലേക്ക് വരുന്നതിന് മുൻപ് സ്ത്രീകൾക്ക് ഇന്ന് കൂടുതൽ ഈ ആർത്തവ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, തകരാറുകൾ വരാനുള്ളൊരു കാരണം സ്ത്രീകളുടെ ലൈഫ് സ്റ്റൈൽ നമ്മൾ അവരുടെ ഒരു ജീവിത ക്രമം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ഒരുപാട് ഹോർമോണലി വ്യതിയാനങ്ങൾ വരുന്നുണ്ട്. ഹോർമോൺ ഇംബാലൻസ്. അതെ. ഇനിയിപ്പോൾ നോർമലി ആണെങ്കിലും ഇപ്പോൾ ഒരു പെൺകുട്ടി വളർന്ന് അവളൊരു പ്യൂബേർട്ടി സ്റ്റേജ്, ഒരു പ്രായപൂർത്തിയുടെ ഘട്ടം എത്തുമ്പോൾ അവൾക്ക് ഈസ്ട്രജൻ്റെ അളവ് കൂടുന്നു, പ്രൊജസ്ട്രോണിൻ്റെ ലെവലിൽ വ്യത്യാസം വരുന്നു. പിന്നെ അവൾ അടുത്ത ഘട്ടത്തിലേക്ക്, ആ പ്യൂബേർട്ടി കഴിഞ്ഞ് അവളൊരു മാരേജ് ലൈഫിലേക്ക് കടക്കുമ്പോൾ അവൾക്ക് ചില മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അവൾക്ക് പിന്നെ പെൺകുട്ടി ഗർഭിണിയായിരിക്കുമ്പോൾ പ്രഗ്നൻസി പീരീഡിൽ ഒരുപാട് ഹോർമോണൽ ചേഞ്ചസ് വരുന്നു. അത് കഴിഞ്ഞ് ഗർഭധാരണം കഴിഞ്ഞ് പ്രസവം കഴിഞ്ഞ് അവളൊരു ലാക്ടേറ്റിംഗ് മദർ എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുമ്പോൾ വീണ്ടും വ്യത്യാസങ്ങൾ വരുന്നു. അത് കഴിഞ്ഞ് മെനോപോസൽ ഏജ്, ആർത്തവ വിരാമം വരുന്ന സമയത്ത് ഒരുപാട് വ്യത്യാസങ്ങൾ. ഇങ്ങനെ സ്ത്രീകളുടെ ലൈഫിൽ ഹോർമോണുകളുടെ ഒരു കലവറയാണ്. അല്ലെങ്കിൽ അത് അവിടെ കുറേ കുറയുന്നു, കുറേ കൂടുന്നു, ഭയങ്കര വ്യതിയാനങ്ങൾ വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഈ പ്യൂബേർട്ടി സ്റ്റേജ് കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ആ ഒരു കാലഘട്ടത്തിലുള്ള, അതായത് ഒരു കൗമാര കാലഘട്ടത്തിലുള്ള പെൺകുട്ടികളിൽ ഇന്ന് ഏറ്റവും കണ്ടുവരുന്ന ഒരു അസുഖമാണ് PCOD. പിന്നെ നുബിലെ ചോദിച്ച രണ്ടാമത്തെ ചോദ്യം, ഈ PCOD, PCOS രണ്ടാണോ എന്ന് ചോദിച്ചാൽ രണ്ടാണ്, എന്നാൽ ഇൻ്റർ റിലേറ്റഡ് ആണ്. പക്ഷേ പലപ്പോഴും മിസ്റ്റേക്കൺ ആണ് രണ്ടും. ഇപ്പോൾ PCOD എന്ന് പറഞ്ഞാൽ പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ്, അത് അതായത് അണ്ഡാശയത്തെ ബാധിക്കുന്ന ഒരു രോഗം. നമുക്ക് 2 അണ്ഡാശയങ്ങൾ, ഈ 2 അണ്ഡാശയങ്ങളുടെ ഉള്ളിൽ ആയിട്ട് പോളിസിസ്റ്റുകൾ വരിക, കുമിളകൾ വരിക. അപ്പോൾ അതാണ് PCOD. PCOS എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ബ്രോഡറാണ്. അത് ഒരു അണ്ഡാശയത്തെ മാത്രം ബാധിക്കുന്ന രോഗമല്ല, കുറച്ചും കൂടി എന്താ പറയുക, ഒരു ബ്രോഡ് സ്പെക്ട്രം ഉണ്ട് അവിടെ. പിന്നെ എൻഡോക്രൈൻ ഡിസോർഡർ, ഒരു എൻഡോക്രൈൻ ഡിസോർഡറായിട്ടാണ് PCOS, പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം. അതിനകത്ത് ഇപ്പോൾ PCODക്ക് നമ്മൾ പറയുമ്പോൾ ഓവറിയൻ സിസ്റ്റുകൾ വരിക, അണ്ഡാശയത്തിൽ കുമിളകൾ വന്നെന്നറിയുക. അതിൻ്റെ ഭാഗമായിട്ട് ആ കുട്ടിക്ക് കുറേ വ്യത്യാസങ്ങൾ വരും. പിന്നെ ക്രമം തെറ്റിയിട്ട് ആർത്തവം വരും, പീരിയഡ്സ് ഇറഗുലറായിട്ട് വരിക. അതുപോലെ ചിലർക്ക് വെയിറ്റ് ഗെയിൻ വരും, പിന്നെ ഹെയർ ഗ്രോത്ത്സ് കൂടുതലായിട്ട് വരും. അതെ, ആക്നെ, മുഖക്കുരു വരും, ഹെയർ ഫോള് വരും. ഇങ്ങനെ കുറച്ച് സിംറ്റംസാണ്. പക്ഷേ ഇതിനപ്പുറം ഈ സിംറ്റംസിനോടൊപ്പം തന്നെ ഒവേറിയൻ സിസ്റ്റുകളൊക്കെ വരുന്നതോടൊപ്പം തന്നെ കുറച്ചും കൂടി ഡീപ്പറായിട്ട് സിംറ്റംസ് വരിക. അതായത് അവർക്ക് പിന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് വരിക, മെറ്റബോളിക് ഡിസോർഡേഴ്സ് വരിക. ഇങ്ങനെയുള്ള കുറേയും കൂടി സിംറ്റംസ് കയറി വരും ഏതിനകത്ത്? PCOSനകത്ത്. പിന്നെ PCOS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PCOD എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി നമുക്ക് നമ്മുടെ മരുന്നുകളും ഭക്ഷണക്രമവും ജീവിത ചിട്ടയും ലൈഫ് സ്റ്റൈലൊക്കെ ആയിട്ട് ഒന്നും കൂടി നമുക്ക് ഈസിയാണ്, മാനേജബിൾ. പക്ഷേ PCOS എന്ന് പറയുമ്പോൾ അത് കുറച്ചും കൂടെ ബുദ്ധിമുട്ടാണ്. അത് പിന്നെ എന്താ പറയുക, അവിടെ കുറേയും കൂടി ലോങ് ടേം ആയിട്ടുള്ള ഡിസീസ് കണ്ടീഷൻസ് വരാം. ഇപ്പോൾ ഹാർട്ടിൻ്റെ ഹെൽത്തിനെ ചിലപ്പോൾ ബാധിക്കാം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിലർക്ക് ഡയബറ്റീസ് വരാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള കുറച്ചും കൂടി ലോങ് ടേം പ്രശ്നങ്ങൾ വരാൻ സാധ്യത PCOSനാണ്.
ഇപ്പോൾ PCODൻ്റെ കേസ് എടുക്കുമ്പോൾ തന്നെ ഇപ്പോൾ സാധാരണ കുട്ടികൾക്ക് ജസ്റ്റ് ഒന്ന് പീരീഡ്സ് ഇപ്പോൾ 2 മാസമൊക്കെ ഒന്ന് ഇറഗുലർ ആവുക, അല്ലെങ്കിൽ പെട്ടെന്നൊന്ന് വെയിറ്റ് കൂടിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടെൻഷൻ, എനിക്ക് PCOD ആണോ അങ്ങനെ പറഞ്ഞു നടക്കുന്ന കുട്ടികളൊക്കെ നമ്മളെ ചുറ്റുണ്ട്. ഇപ്പോൾ PCOD ആണെന്ന് തോന്നുന്നത്, അങ്ങനെ ടെൻഷൻ അടിക്കുന്ന കുറേ, പ്രത്യേകിച്ച് പ്രഗ്നൻസിക്ക് ശേഷമുള്ള ഇപ്പോൾ പെൺകുട്ടികൾ പറയും ഒന്ന് പീരീഡ്സ് ഇറഗുലർ ആയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജസ്റ്റ് കുറച്ച് വെയിറ്റ് ഗെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഹെയർ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ PCOD ആണ് സ്വയം തീരുമാനിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. ശരിക്കും നമുക്ക് എങ്ങനെ ഈ PCODനെ കണ്ടെത്താം? ഈ ടെസ്റ്റ് തന്നെയാണോ മെത്തേഡ് ഉള്ളത്, അല്ലാണ്ട് നമുക്ക് തന്നെ ഡെയിലി ലൈഫിൽ കണ്ടെത്താൻ വല്ല മെത്തേഡ്സ് ഉണ്ടോ? PCODനെ കണ്ടെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി അത് നമ്മൾ ഡയഗ്നോസ് ചെയ്തത് അൾട്രാസോണോഗ്രഫി പെൽവിസ് USG പെൽവിസ് ചെയ്തിട്ടാണ്. USG പെൽവിസ് എടുത്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൽ PCOD ഡിറ്റക്റ്റഡ് ആയിരിക്കും, ഉണ്ടെങ്കിൽ അത് കാണിക്കും. പിന്നെ അല്ലാതെ ഇപ്പോൾ പലപ്പോഴും ഇപ്പോൾ നുബില പറഞ്ഞതുപോലെ ഒന്ന് പീരിയഡ്സ് വൈകുമ്പോഴേക്കും എനിക്ക് PCOD ആണ്, ഇവിടെ വരും കുട്ടികൾ, എനിക്ക് PCOD ആണ് ഡോക്ടറെ, അപ്പോൾ എങ്ങനെ നിങ്ങൾ ഡയഗ്നോസ് ചെയ്തതെന്ന് പറയുമ്പോൾ അവർ പറയും പീരിയഡ്സ് വൈകി. പീരിയഡ്സ് വൈകുന്നത് മാത്രം PCOD കാരണം മാത്രമല്ല പീരിയഡ്സ് വൈകുന്നത്, പല അസുഖങ്ങൾ. അതെ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വിളർച്ച, പെൺകുട്ടികളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നൊരു സംഭവമാണ് അനീമിയ. അപ്പോൾ അവർക്ക് വേണ്ട രീതിയിൽ അവരുടെ ബോഡിയിൽ 12 അളവിൽ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 11 എങ്കിലും ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ചിലപ്പോൾ പീരിയഡ്സ് വൈകാം. ഇനിയിപ്പം HB ലെവൽ, അതെ, നമ്മൾ പീരിയഡ്സിൻ്റെ ഒരു നോർമൽ പിന്നെ ആ ഒരു പിന്നെ ചാർട്ട് എന്ന് പറയുന്നത്, ഒരു സൈക്കിളിൻ്റെ ചാർട്ട് എന്ന് പറയുന്നത് 28 ഡേയ്സ്, 28 ± 15 ഡേയ്സ്, 28 ദിവസം കൂടുമ്പോൾ വരേണ്ട സംഗതി ഒരു 10-15 ദിവസം മുന്നേക്ക് വന്നാലും പിന്നിക്ക് വന്നാലും 1.5 മാസം ആകുമ്പോൾ വന്നാലും ഓക്കെയാണ്. പക്ഷേ ഇതുപോലും മനസ്സിലാക്കാതെയാണ് പലപ്പോഴും കുട്ടികൾ ആകെ ടെൻഷൻ അടിക്കുന്നത്. ഒരു മാസത്തിൽ വരേണ്ട സംഗതിയാണ്, അയ്യോ എനിക്ക് 1.5 മാസമായിട്ട് വന്നില്ലല്ലോ എന്നുള്ളത്. 1.5 മാസം ആകുമ്പോഴും വന്നാൽ മതി. പിന്നെ ഇത് വന്ന് ഇങ്ങനെ ഇറഗുലർ ആണെങ്കിൽ ആദ്യം അവിടെ നമ്മൾ നോക്കേണ്ടത് അവരുടെ HB ലെവലാണ്. HB ലെവൽ കുറവാണെങ്കിൽ സ്വാഭാവികമായിട്ട് അത് വൈകിട്ട് തന്നെ വരുള്ളൂ. 10 ദിവസം ആണ് പീരിയഡ്സ് മാക്സിമം ഉണ്ടാവേണ്ടത്. 10 ദിവസം ആകുമ്പോൾ നിൽക്കില്ല ഇവർക്ക് ബ്ലാക്ക് കളറിൽ ഇങ്ങനെ ലാസ്റ്റിക്ക് വന്നുകൊണ്ടിരിക്കും. അതൊക്കെ അനീമിയയുടെ ലക്ഷണമാണ്. പക്ഷേ എന്തൊക്കെയാണെങ്കിലും PCOD ഇന്ന് വളരെ കോമൺ ആണ്, അത് പറയാതെ വയ്യ, വളരെ കോമൺ ആയിട്ടുണ്ട് കുട്ടികളുടെ ഇടയിൽ. അതിൻ്റെ ചില ലക്ഷണങ്ങൾ വെച്ചിട്ട് നമുക്കത് ഡയഗ്നോസ് ചെയ്യാം. ഇപ്പോൾ ഒന്ന് ഇറഗുലർ മെൻസ്ട്രൽ സൈക്കിളാണ്. ഞാൻ പറഞ്ഞു 28 ദിവസം കൂടുമ്പോൾ വരേണ്ട സംഗതി 15 ദിവസം മുന്നിലേക്ക് വരാം, 15 ദിവസം ശേഷം വരാം. പക്ഷെ അങ്ങനെ അല്ലാതെ 2 മാസം കഴിഞ്ഞ് വരുന്ന കുട്ടികളുണ്ട്, 6 മാസം കൂടുമ്പോൾ പീരിയഡ്സ് ആവുന്നവരുണ്ട്, വർഷത്തിലൊരു പീരിയഡ്സുള്ള ഇഷ്ടം പോലെ കുട്ടികൾ വന്ന് കാണിച്ചിട്ടുണ്ട്, ഇയർലി ഒരു പീരിയഡ്സ്. അപ്പോൾ അതൊക്കെ PCODയുടെ ഒരു പ്രധാന സിംറ്റമാണ്. ഓക്കെ. പിന്നെ രണ്ടാമത്തത് ഇറഗുലർ മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറഞ്ഞാൽ വൈകി വരുന്നത് മാത്രമല്ല, ചില കുട്ടികൾക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു മാക്സിമം 10 ദിവസമൊക്കെയാണ് ഉണ്ടാകാൻ പാടുള്ളൂ. ശരിക്കും 7 എന്നാണ്, 3 to 5 days എന്നാണ്. പക്ഷേ ഇനി പോയി കഴിഞ്ഞാൽ 10 ദിവസം. പക്ഷെ ചിലർക്ക് 15 ദിവസവും 18 ദിവസവും 20 ദിവസമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ PCODയുടെ ലക്ഷണമാണ്. പിന്നെ രണ്ടാമത്തെ ഒരു ലക്ഷണം എന്ന് പറഞ്ഞാൽ ഹെയർ ഗ്രോത്ത്സ്. അപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ ഇവിടെ കുട്ടികൾ വന്നിട്ട് പറയും, ഡോക്ടറെ നോക്കൂ എൻ്റെ കയ്യിലൊക്കെ നിറച്ച് രോമം. കയ്യിലല്ല വരുന്നത്, അത് ഈ ഇപ്പം ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറഞ്ഞാൽ പുരുഷ ഹോർമോണാണ്. പുരുഷ ഹോർമോൺ നോർമലി എല്ലാ സ്ത്രീകളുടെ ശരീരത്തിലും ഉണ്ട്. അത് ചെറിയ അളവിലാണുള്ളത്. അളവിൽ കൂടുതൽ ടെസ്റ്റോസ്റ്റിറോൺ ഉൽപ്പാദിപ്പിക്കപ്പെട്ട എന്താ സംഭവിക്കുക? ഹെയർ ഗ്രോത്ത്. പുരുഷൻ്റെ ലക്ഷണങ്ങൾ, അതായത് പുരുഷന്മാർക്ക് വരുന്ന ഭാഗങ്ങളിൽ നമുക്ക് രോമങ്ങൾ വരിക. ഇപ്പം നെഞ്ചിലൊന്നും സ്ത്രീകൾക്ക് രോമങ്ങൾ വരില്ല പുരുഷന്മാരെ പോലെ. നൈസായിട്ട് അവിടെ അല്ല, പുരുഷന്മാരെ പോലെ അത്ര കട്ടിയിലല്ലെങ്കിലും കൂടുതൽ രോമങ്ങൾ സ്ത്രീകൾക്ക് വരില്ല. ബ്രസ്റ്റിൽ, അതുപോലെ പിന്നെ മീശ, താടി, കൃതാവ് ഇവിടെയൊക്കെ വരിക. അപ്പോൾ അതൊക്കെ ഒരു പൊക്കിളുടെ ഭാഗത്ത്, ഇതൊക്കെ PCODയുടെ ലക്ഷണങ്ങളായിരിക്കാം. അപ്പോൾ ഇപ്പോൾ ചിലപ്പോൾ ഹെയർ ഗ്രോത്ത്സ് ഉള്ള കുട്ടിക്ക് മെൻസ്ട്രൽ സൈക്കിൾ റെഗുലർ ആയിരിക്കും, പക്ഷെ ഹെയർ ഗ്രോത്ത്സ് ഉണ്ട്. അവിടെയും നമ്മൾ എന്ത് സസ്പെക്ട് ചെയ്യണം? PCOD സസ്പെക്ട് ചെയ്യണം. ഈ 2 ലക്ഷണങ്ങളാണ് പ്രധാന ലക്ഷണങ്ങൾ, ഹെയർ ഗ്രോത്തും ഇറഗുലർ പീരിയഡ്സും. ഇതല്ലാതെ ചിലർക്ക് ഒരു പ്രത്യേക തരം ആക്നിയാണ് വരിക, നോർമൽ മുഖക്കുരു അല്ല വരിക. ഇതിന് നമുക്ക് ശരിക്കും ഒരു ഡോക്ടേഴ്സിന് ഇത് കണ്ടാൽ മനസ്സിലാവും PCODയുടെ. അപ്പം നമ്മൾ ചോദിക്കും മോളുടെ മെൻസ്ട്രൽ സൈക്കിൾ എങ്ങനെ, ഹെയർ ഗ്രോത്ത്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒന്ന് ഇതായിട്ടുണ്ടാവും, പ്രശ്നമായിട്ടുണ്ടാവും. പിന്നെ മുടി നന്നായിട്ട് കൊഴിയും, ഒരു പ്രത്യേക തരം ബാൾനെസ് വരും. ഇപ്പോൾ നമ്മൾ കഷണ്ടി ആയിട്ടുള്ള പുരുഷന്മാരെ നമ്മൾ ഇഷ്ടം പോലെ കാണുന്നുണ്ട് അല്ലേ. സ്ത്രീകളിൽ നമ്മൾ അങ്ങനെ ആണുങ്ങളെ പോലെ ഇവിടെ ബെയറായിട്ട് കാണാറില്ല. പക്ഷെ സ്ത്രീകളുടെ കഷണ്ടി എന്ന് പറയുന്നത്
ഈ മുടിയുടെ ഉള്ളു കുറയുക എന്നുള്ളതാണ്. ഡെൻസിറ്റി കുറയുക, തിക്നെസ് കുറയാം. തിക്നെസ്, ഡെൻസിറ്റി കുറയുക, ഉള്ളും കുറയുക, തിക്നെസ്സും കുറയുക, ഉള്ളും കുറയുക. ഇപ്പം നമ്മൾ എണ്ണ തേച്ചിട്ടുണ്ടെങ്കിൽ അവർ തലയോട്ടി ശരിക്കും കാണാൻ പറ്റും, അല്ലെങ്കിൽ നനഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ. അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷനും PCOD കുട്ടികൾക്ക് വരാറുണ്ട്, ഒരു ഫീമെയിൽ ടൈപ്പ് പാറ്റേൺ ടൈപ്പ് ബാൾനെസ്. അങ്ങനെ ഇത്തരത്തിലുള്ള ചെറിയ ഒരുപാട് ലക്ഷണങ്ങളുണ്ട് PCODനെ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ. പക്ഷേ ഇത് വെച്ച് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. ഈ കണ്ടീഷൻസ് കണ്ട അവരൊരു ഡോക്ടറെ ചെന്ന് കാണുക. ഡോക്ടർ USG pelvis എടുത്തിട്ട് അത് ഡിറ്റക്റ്റ് ചെയ്ത് പറയും. ഞാൻ പല സ്ഥലത്തും വായിച്ചിട്ടുണ്ട്, ഈ PCOD ഒരു തവണ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു അതായത് ഫുള്ളായിട്ട് നമുക്കത് മാറ്റാൻ കഴിയില്ല എന്നുള്ളത്, അതായത് ക്യൂർ ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ളത്. അതിനിപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ്. ഇപ്പോൾ ഇറഗുലർ പീരീഡ്സ് അല്ലെങ്കിൽ ഹെയർ ഫോള്, അതൊക്കെ മാറ്റുക എന്നുള്ളതാണ്. PCOD ഒരിക്കൽ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മാറ്റാൻ കഴിയില്ല എന്ന്. ശരിക്കും അങ്ങനെ തന്നെയാണോ? PCODയുടെ കാര്യം പറയുകയാണെങ്കിൽ PCOD നമുക്ക് വെറും മെഡിസിൻസ് കൊണ്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല. അത് ഒരു എന്താ പറയുക, ഒരു ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ കൂടിയാണ്. അതായത് ഇപ്പോൾ കുട്ടി ശരിയായ രീതിയിലുള്ള ഭക്ഷണക്രമം ക്രമീകരിക്കുന്നത്, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് കൂടാൻ കാരണം എന്താണ്? ഫാസ്റ്റ് ഫുഡുകൾ കൂടുതൽ കഴിക്കുക, എക്സസൈസിൻ്റെ ലാക്ക് വന്നു അല്ലേ. നമുക്ക് ഭക്ഷണം അമിതമായിട്ട് കിട്ടാൻ തുടങ്ങി, എന്നാൽ അത് നമ്മൾ യൂസ് ചെയ്യാതെ എക്സസൈസ് ചെയ്യുമ്പോഴല്ലേ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് പിന്നെ ഈ ചിക്കൻ തന്നെയാണ് പ്രശ്നം. ബ്രോയിലർ ചിക്കൻ, ബ്രോയിലർ ചിക്കൻ്റെ ഒക്കെ ഉപയോഗം നമ്മുടെ വീടുകളിലൊക്കെ ഒന്ന് കൂടി, പണ്ടുള്ള പോലെയല്ല. നന്നായിട്ട് ചിക്കൻ കഴിക്കൽ തുടങ്ങി. പിന്നെ ഐസ്ക്രീം, പേസ്ട്രീസ്, മയോണൈസ്, അങ്ങനെയുള്ള മധുരപലഹാരങ്ങൾ കൂടുതൽ, ഷുഗറിൻ്റെ യൂസേജ് കൂടുതലായിട്ട് എടുക്കാൻ തുടങ്ങി. അപ്പോൾ അത്തരത്തിലുള്ള ഭക്ഷണപാനീയങ്ങളും ഈ PCOD കൂട്ടാനൊരു കാരണമാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഈ USG pelvis PCOD ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഡോക്ടർ എന്തായാലും അവർക്ക് മരുന്നുകൾ കൊടുക്കും. ആ മരുന്നുകളോട് കൂടി തന്നെ ഇവരോട് എക്സസൈസിൻ്റെ ഇമ്പോർട്ടൻസും ഡയറ്റ് കൺട്രോളും പറയും. പട്ടിണി കിടക്കലല്ല ഡയറ്റ് കൺട്രോൾ, എന്ത് ഒഴിവാക്കണം എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ അത്തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഇവർ ഒഴിവാക്കുക. അതിപ്പോൾ ഈ കുഴിമന്തിയും ബിരിയാണിയും ഷവർമ, ഷവായ എല്ലാം ഒക്കെ പ്രശ്നങ്ങളാണ്. ചിക്കൻ അടങ്ങിയ സാധനങ്ങളും ഒപ്പം ഈ പേസ്ട്രീസ്, മയോണൈസ്, ഐസ്ക്രീം, ചോക്ലേറ്റ്സ് ഇതെല്ലാം പ്രശ്നങ്ങളാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക, അതിൻ്റെ കൂടെ എക്സസൈസ് കൂടുതലായിട്ട് ചെയ്യാം. ഈ PCOD എന്ന് പറയുന്ന അസുഖം ഓവറീസിനെയാണ് എഫക്റ്റ് ചെയ്തിട്ടുള്ളത്, അണ്ടാശയങ്ങളെ. നമുക്കറിയാം അണ്ടാശയങ്ങൾ പെൽവിസിലാണ്, അടിവയറ്റിലാണ്, വയറിലല്ല, അടിവയറ്റിൽ, പെൽവിസിൽ. അപ്പോൾ പെൽവിക് എക്സസൈസുകൾ, ഇപ്പോൾ പിന്നെ പെൽവിക് ഫ്ലോർ എക്സസൈസുകൾ ഇഷ്ടം പോലെ നമുക്ക് അറിയാം, യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ തന്നെ കിട്ടും. അതെ, പെൽവിക് ഫ്ലോർ എക്സസൈസുകൾ, പ്രത്യേകിച്ച് അത്തരത്തിൽ പെൽവിക് ഫ്ലോറിനേക്കാളും ഗുണം ചെയ്യുന്ന കുറേ യോഗകളുണ്ട്, യോഗാസനാസ്. ആ രീതിയിലുള്ള യോഗാസനങ്ങളൊക്കെ ചെയ്താൽ നല്ല രീതിയിൽ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും. പിന്നെ ഇതിനകത്ത് നുബിലെ ചോദിച്ചൊരു ചോദ്യത്തിനകത്ത് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള PCOSനെയാണ് പലപ്പോഴും അത് ഒരു എന്താ പറയുക, ഫുള്ളി നമുക്കൊരു റെമഡി ഇല്ലാതായി പോകുന്നത്. PCOD കുറേയും കൂടെ നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. അവിടെ PCOS ആയാലും PCOD ആയാലും അതിൻ്റെ ഒരു ചാലഞ്ച് എന്ന് പറയുന്നത് അത് ഇൻഫെർട്ടിലിറ്റിയിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ്. ആ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ ആ കുട്ടിയെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ കുട്ടി വന്ന് PCODക്ക് മരുന്ന് കഴിച്ചു, നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യുന്നുണ്ട്, USG pelvis ഡിറ്റക്റ്റഡ് ആണ്, അവൾ PCOD പേഷ്യൻ്റാണ്. ഒരു 2 to 3 months ഒക്കെ മരുന്ന് കഴിക്കണം, ചിലർക്ക് 6 monthsോളം, 3 monthsലധികം കഴിക്കേണ്ടി വരും. അതൊക്കെ കഴിച്ചു, വീണ്ടും നമ്മൾ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ വീണ്ടും അവിടെ ചിലപ്പോൾ PCOD കാണിക്കും. പക്ഷെ ആൾക്ക് അതിൻ്റെ ഒരു ലക്ഷണങ്ങളും ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവില്ല, അതേപോലെ അതെ. പിന്നെ പീരിയഡ്സും റെഗുലർ ആയിട്ടുണ്ടാവും, ഹെയർ ഗ്രോത്ത്സ് ഒന്നും ഇപ്പം ഇല്ല. അപ്പം ഞാൻ പറയുന്നത് ഇവിടെ നമ്മൾ ഈ ഭക്ഷണക്രമങ്ങൾ പറഞ്ഞോടൊപ്പം തന്നെ കൂടെ വായിക്കേണ്ട ഒരു സംഗതിയാണ് ഉറക്കത്തിൻ്റെ ഇമ്പോർട്ടൻസ്. ലേറ്റ് നൈറ്റ് സ്ലീപ്പാണ് ഇന്നത്തെ കുട്ടികൾക്ക് അല്ലേ. ശരിയാണ്. ലേറ്റ് നൈറ്റ് ആയിട്ട് ഉറങ്ങുക, 12 മണി 1 മണി ഒക്കെ അവർ ക്രേവിങ്സ് ആ സമയത്താണ് തുടങ്ങുന്നത്. അപ്പോൾ അവർ അടുക്കളയിൽ പോയിട്ട് നൂഡിൽസ് ഉണ്ടാക്കുന്നു, പാസ്ത ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഓർഡർ ചെയ്യുന്നു എന്നെല്ലാം നമുക്ക് ഓർഡർ ചെയ്ത് കിട്ടും. അതെ, ഹോം ഡെലിവറി ഉള്ളതാണല്ലോ, ഓർഡർ ചെയ്യുന്നു, കഴിക്കുന്നു. ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്നൊരു കുട്ടിക്ക് ഒരിക്കലും PCOD മാറില്ല. അപ്പോൾ ഇത്തരത്തിൽ കൃത്യമായ ഒരു ഭക്ഷണ ചിട്ടയും വ്യായാമവും നല്ലൊരു ജീവിത രീതി, ലൈഫ് സ്റ്റൈലും കൊണ്ട് നടക്കുകയാണെങ്കിൽ
മരുന്നുകൾ കൊണ്ട് കൂടി കഴിക്കണമെങ്കിൽ ഒരിക്കലും അതിൻ്റെ PCOD യുമായിട്ട് ബേസ് ചെയ്തുള്ള ഒരു കോംപ്ലിക്കേഷൻസും ആ കുട്ടിക്ക് വരില്ല. ഇപ്പോൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ മറ്റേ ഇറഗുലർ പീരീഡ്സ്, മെനോപോസ്. ഇപ്പോൾ നമ്മൾ ചുറ്റുപാട് നോക്കുകയാണെങ്കിൽ തന്നെ മെനോപോസിൻ്റെ ഒരു ഏജ് കുറഞ്ഞു വരിക. ഇപ്പോൾ 38, 39 ഒരുപാട് സ്ത്രീകൾക്ക് മെനോപോസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഈ സിസ്റ്റുകൾ, ഓവറിയിൽ സിസ്റ്റിന് കാണുന്നവർക്കൊക്കെ ഇതാണ് ഗർഭാശയത്തിൽ മുഴയാണ്, അതെടുത്ത് കളയണം. അപ്പോൾ അതൊന്ന് ഭയങ്കരമായിട്ട് കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതും ഈ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ടാണോ? ഈ നോർമലി നമ്മുടെ ഒരു മെനോപോസൽ പീരിയഡ് എന്ന് പറയുന്നത് 45 to 55 ആണ് ഇന്ത്യൻ വുമൻ്റെ മെനോപോസൽ പീരിയഡ്. 45 മുതൽ 55, ഇനി കൂടി പോയ 60 വയസ്സ്. 60 വയസ്സ് കഴിഞ്ഞിട്ട് പീരിയഡ്സ് ഉണ്ടാവുന്നത് ഹെൽത്തി അല്ല, അത് ചില വേറെ രോഗങ്ങളെ കാണിക്കുന്ന ലക്ഷണമാണ്. അതെ. പിന്നെ ഈ ഇന്നത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നുബുല പറഞ്ഞതുപോലെ 35കളിലും 40കളിലും മെനോപോസ് എത്തുകയാണ്, പ്രീ മെനോപോസലാവും. അപ്പോൾ പ്രീ മെനോപോസ് ശരിക്കും എങ്ങനെ വെച്ചാൽ ഈ മെനോപോസ് ആർത്തവ വിരാമം വരുന്നതിൻ്റെ മുൻപ് തന്നെ സ്ത്രീകൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ തോന്നി തുടങ്ങും. സ്വാഭാവികമായിട്ട് വരുന്ന ലക്ഷണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണം അനുഭവപ്പെടാൻ തുടങ്ങും. അതുപോലെ പീരിയഡ്സ് പിന്നെ നേരത്തെ ആവുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. 28 ദിവസം അല്ലെങ്കിൽ ഒരു 2 ആഴ്ച കഴിഞ്ഞ് ആവേണ്ട പീരിയഡ്സ് 21 ദിവസം ആയിട്ട് ആവേണ്ട പീരിയഡ്സ് സൈക്കിള് കുറഞ്ഞു വരാം. അതെ, നേരത്തെ ഒരു മാസത്തിൽ 2 പീരിയഡ്സ് ഒക്കെ വരിക. ഇനി ആയിക്കഴിഞ്ഞാൽ ചില ആളുകൾക്ക് കൃത്യമായിട്ട് വരും, പക്ഷേ 10 ദിവസം നിൽക്കേണ്ട സംഗതി 15 ദിവസവും 18 ദിവസവും ഒക്കെ പീരിയഡ്സ് തന്നെ വരിക. അപ്പം അങ്ങനെയുള്ള കണ്ടീഷൻസിൽ നമ്മൾ അവരുടെ സ്കാനിങ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്തായാലും അവിടെ ഒരു ഫൈബ്രോയിഡ് നമുക്ക് സസ്പെക്റ്റ് ചെയ്യാം, യൂട്രൈൻ ഫൈബ്രോയിഡ്സ്. ഗർഭാശയ മുഴകൾ എന്ന് വളരെ കോമൺ ആണ്. അതിൻ്റെ ഒരു കാരണവും നമ്മുടെ ലൈഫ് സ്റ്റൈലാണ്. നമ്മുടെ ജങ്ക് ഫുഡ്സ് കൂടി, നമ്മുടെ എക്സസൈസ് കുറഞ്ഞു, പണ്ടുള്ള ജീവിത രീതിയല്ല നമുക്കുള്ളത്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളൊക്കെ പലതും സ്ത്രീകൾക്ക് എവിടെയാണോ ഫാറ്റ് കൂടുതൽ എളുപ്പത്തിൽ ഡിപ്പോസിറ്റ് ചെയ്യാൻ പറ്റിയ ഭാഗങ്ങൾ, അതായത് മെയിൻ യൂട്രസാണ്. യൂട്രസിൻ്റെ 3 ലെയേഴ്സ് ഉണ്ട്, പെരിമെട്രിയം, മയോമെട്രിയം, എൻഡോമെട്രിയം. ഇതിൽ ഏതെങ്കിലും ലെയറിലൊക്കെ ആയിട്ട് ഡിപ്പോസിറ്റ് വരിക. അങ്ങനെ സബ്മ്യൂക്കോസൽ ഫൈബ്രോയിഡ്സ്, ഇൻട്രാമ്യൂറൽ ഫൈബ്രോയിഡ്സ്, സബ്സീറസ് ഫൈബ്രോയിഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഫൈബ്രോയിഡ്സ് ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇന്നൊരു 90% 40കളിലെ സ്ത്രീകളിൽ നമ്മൾ സ്കാൻ ചെയ്ത് നോക്കിയാലും ഫൈബ്രോയിഡ്സ് കാണും. പക്ഷേ ഫൈബ്രോയിഡ്സിൻ്റെ സ്ഥാനം എവിടെയാണ്, അതിൻ്റെ സൈസ് എത്രയാണ്, ഇതൊക്കെ അനുസരിച്ചാണ് അതിൻ്റെ പ്രോഗ്നോസിസ്, അതായത് അത് പ്രശ്നമാണോ അത് കുഴപ്പമില്ലാത്താണോ എന്നൊക്കെ ഉള്ള അനുസരിച്ചിരിക്കുന്നത്. ഫൈബ്രോയിഡ് ഉണ്ടെന്ന് വിചാരിച്ച് ടെൻഷൻ ആവേണ്ട കാര്യമില്ല, പക്ഷേ ഉണ്ടെന്ന് വിചാരിച്ച് നമ്മളത് തള്ളിക്കളയാൻ നിസ്സാരമായിട്ട് കാണും ചെയ്യരുത്. അതൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അതിൻ്റെ സൈസും അതിൻ്റെ സ്ഥാനം പ്രധാനമാണ്, എവിടെയാണ് എന്നുള്ളതും പ്രധാനമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്നത് ലൈഫ് സ്റ്റൈൽ കൊണ്ട് തന്നെയാണ്. കാരണം നമുക്ക് അത്തരത്തിലുള്ള പെൽവിസിന് ഒരു ചുരുക്കം വരുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും പണ്ടുള്ളവരെ പോലെ നമ്മൾ ചെയ്യുന്നേ. ഇപ്പോൾ ഒരു ഉദാഹരണത്തിൽ പറയണമെങ്കിൽ ഈവൻ നമ്മുടെ ബാത്റൂംസ് അല്ലേ, ഏഷ്യൻ ക്ലോസറ്റ് അല്ല യൂറോപ്യൻ ക്ലോസറ്റ്. അപ്പോൾ ആ ഒരു രീതി. അപ്പോൾ നമ്മുടെ ഈ എക്സസൈസുകൾക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്. ഇപ്പോൾ സ്ക്വാറ്റിംഗ് നമ്മൾ പറയണമെങ്കിൽ ഇന്നിപ്പം പെൽവിക് ഫ്ലോർ എക്സസൈസിൽ അല്ലെങ്കിൽ യൂട്രസിൻ്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്ന എക്സസൈസിൽ പ്രധാനപ്പെട്ടൊരു പങ്ക് വഹിക്കുന്ന ഒന്നാണ് സ്ക്വാറ്റിംഗ്. ഈ സ്ക്വാറ്റുകൾ തന്നെയാണ് നമ്മുടെ ലൈഫ് സ്റ്റൈലായിരുന്നത്. നമ്മൾ അതെ ഏഷ്യൻ ക്ലോസറ്റൊക്കെ യൂസ് ചെയ്യുമ്പോഴും ആ രീതിയിൽ പലയിലിരിക്കുക എന്നുള്ളൊരു, അന്ന് മീൻ മുറിക്കാനും തേങ്ങ ചിരവാനൊക്കെ താഴെയാണ്, പലയിലാണ് ഇരുന്നിരുന്നത്. പലയിലിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നമ്മുടെ ബട്ടക്സ് താഴുന്നു, നമ്മുടെ ഈ പിന്നെ കാലുകൾ മുട്ടുവരെ പൊങ്ങുന്നു അല്ലേ. അപ്പോൾ ആ ഒരു ഫ്ലെക്ഷൻ വരുമ്പോൾ സ്വാഭാവികമായിട്ട് യൂട്രസും ഓവറീസൊക്കെ കംപ്രസ്ഡാണ്, കൺട്രാക്റ്റ് ചെയ്യാണ്. കൺട്രാക്റ്റഡ് ആയിട്ടുള്ളൊരു സ്ഥലത്ത് ഫാറ്റ് ഡിപ്പോസിറ്റ് വരാൻ പ്രയാസമാണ്. പക്ഷെ ഇന്ന് അത് സംഭവിക്കുന്നില്ല. അപ്പോൾ നമ്മൾ എക്സസൈസിലൂടെയെങ്കിലും അത് നമ്മൾ ഹെൽത്ത് നോക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ആർത്തവവിരാമം നേരത്തെ വരാനുള്ളൊരു കാരണവും നമ്മുടെ ഈ ലാക്ക് ഓഫ് എക്സസൈസും നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ്, കൂടുതലായിട്ട് നമ്മൾ ഷുഗറും അതുപോലെ ഫാറ്റ് ആയിട്ടുള്ള എണ്ണപ്പലഹാരങ്ങളൊക്കെ കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് യൂട്രസിൽ ഡിപ്പോസിറ്റ് ആവാനുള്ള സാധ്യത കൂടുതലാണ്.
ഇപ്പോൾ യൂട്രസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം എടുത്ത് ചോദിക്കുന്നത് ഒരു ആയുർവേദ ഡോക്ടറാണല്ലോ. ഇപ്പോൾ പൊതുവേ നമ്മളെ നാട്ടിലുള്ളൊരു സിസ്റ്റമാണ്, പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ പ്രസവശേഷം ഒന്ന് തടിയൊക്കെ വെക്കണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് മരുന്നുകൾ, ഇപ്പോൾ കുറേ ലേഹ്യങ്ങളും അങ്ങനത്തെ ഒരുപാട് മരുന്നുകൾ കഴിക്കൽ നിർബന്ധമായിരിക്കും. ഇപ്പോൾ ആ പ്രസവിച്ച കുട്ടീനെ പറയും എനിക്കിത് വേണ്ടെന്ന് പറഞ്ഞാലും വീട്ടിലുള്ളവരായിക്കോട്ടെ അല്ലെങ്കിൽ പ്രസവത്തിന് നിൽക്കുന്ന ആളുകളായിക്കോട്ടെ നിർബന്ധിച്ച് അത്തരത്തിലുള്ള ഫുഡുകൾ അവരെ കൊണ്ട് കഴിപ്പിക്കുന്നു. അപ്പോൾ പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ തടിച്ചിട്ടില്ലെങ്കിൽ എന്തോ തെറ്റ് ചെയ്ത പോലെ ആയിട്ടാണ് അത് കാണുന്നത്. അപ്പോൾ ശരിക്കും ഈ പ്രസവത്തിന് ശേഷം ഇത്തരം മരുന്നുകൾ കഴിക്കേണ്ടതുണ്ടോ? ഇത് നുബിലേത് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. എനിക്ക് തോന്നുന്നൊരു 2 വർഷം മുൻപ് ഇതുപോലെ ഒ പിയിലിരിക്കുമ്പോൾ ഒരു ഉമ്മ മരുമകളെയും ആയിട്ട് വന്നതാണ്. അപ്പോൾ ഉമ്മ പറഞ്ഞ് ഡോക്ടറെ ഇവളെ കോലൊന്ന് നോക്കിയെന്ന് തന്നെ. അപ്പം ഞാൻ അങ്ങനെ നോക്കിയപ്പം അത്യാവശ്യം തടിയുള്ളൊരു പെൺകുട്ടി. അപ്പോൾ പ്രസവിച്ച് നീറ്റതാ, കോലം നോക്കിയത് കണ്ടാ പറയില്ല. അപ്പം ഞാൻ രണ്ടാമതും നോക്കി, എന്താണ് ഉദ്ദേശിച്ചത്? തടി കൂടി എന്നാണോ കുറഞ്ഞു എന്നാണോ? അപ്പം ഞാൻ വിചാരിച്ചു തടി കൂടിയത് തന്നെ ആയിരിക്കും ഉദ്ദേശിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു പ്രസവിച്ച ശേഷം തടി വെച്ചില്ല. അപ്പോൾ അതെല്ലാം ഉദ്ദേശിച്ചത് തടി കുറഞ്ഞു. പറയാം അവള് പ്രസവിച്ച ഒരാളാന്ന് പറയോ, കണ്ട മെലിഞ്ഞിരിക്കുന്നു. അപ്പോൾ അത്യാവശ്യം വെയിറ്റുള്ള കുട്ടി. അപ്പോൾ ഇവിടെയാണ് പ്രശ്നം വരുന്നത്. ഈ പ്രസവിച്ച് കഴിഞ്ഞാൽ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്, പ്രസവിച്ച് കഴിഞ്ഞാൽ കെയർ നമുക്ക് നിർബന്ധമാണ്, അത് മസ്റ്റാണ്. കാരണം അവളുടെ ബോഡി കംപ്ലീറ്റ്ലി ഒന്ന് റിവൈവ് ചെയ്യുന്ന സമയമാണ്. അവളെ യൂട്രസ് ആയാലും വെജൈന ആയാലും അതിൻ്റെ പിന്നെ മസിലുകൾക്കൊക്കെ റിട്രാക്ഷൻ വരുന്ന ഒരു സമയവും പിന്നെ ലാക്ടേറ്റിംഗ് പാലുൽപാദനം വരുന്നതും പിന്നെ ബോഡി ഒരു പതുക്കെ പഴയതിലേക്ക് എത്തുന്ന ഒരു സമയമാണ്, റിപ്പയറിംഗ് സ്റ്റേജാണ്. അപ്പോൾ അവൾക്കൊരു കെയർ നിർബന്ധമായിട്ട് കൊടുക്കേണ്ടതാണ്. പക്ഷേ പലപ്പോഴും ഈ കെയർ കൊടുക്കുന്നതിൽ വലിയ മുഖ്യ പങ്ക് വഹിക്കുന്നത് ഈ പ്രസവിച്ചിട്ട് നിൽക്കാൻ വരുന്ന സ്ത്രീകളായിരിക്കും. അവർക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല ഇതിനെക്കുറിച്ചിട്ട്. എല്ലാ സ്ത്രീകൾക്കും, അത് PCOD ഉള്ള പെൺകുട്ടിയായിരിക്കും ചിലപ്പം, അല്ലെങ്കിൽ എന്തെങ്കിലും അനീമിയ ആയിട്ടുള്ള പെൺകുട്ടിയായിരിക്കും, അതെ, അല്ലെങ്കിൽ അവൾ തൈറോയിഡ് ഉള്ള കുട്ടിയായിരിക്കും, അല്ലെങ്കിൽ ഒരു നോർമൽ കുട്ടിയായിരിക്കും. എല്ലാവർക്കും ഒന്ന് തന്നെ. അതായത് പ്രസവിച്ച ശേഷം കേട്ടിട്ടുണ്ടാവും, പ്രസവിച്ച ശേഷം അവർ ഉടനെ തന്നെ നാഡീമർമ്മ കഷായം കൊടുക്കുന്നു, മുക്കടി കലക്കി കൊടുക്കുന്നു, അല്ലേ? ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നെനിക്ക് തോന്നുന്നു വലിയൊരു ഗുണമുണ്ടായത് ഒരുപാട് പോസ്റ്റ്നേറ്റൽ സെൻറ്റേഴ്സ് തുടങ്ങിയിട്ടുണ്ട്. ആയുർവേദ ഡോക്ടേഴ്സൊക്കെ ഒരുപാട് പോസ്റ്റ്നേറ്റൽ സെൻറ്റേഴ്സ് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കണം. അതായത് ഈ കുട്ടിക്കുള്ള ട്രീറ്റ്മെൻറ്റിലുള്ള ആ കുട്ടിക്ക് അതായത് ഈ പെൺകുട്ടിക്കുള്ള മെഡിസിൻസ് എല്ലാം നമ്മൾ അടുത്ത ആൾക്ക് കൊടുക്കണ്ടേ. ഇപ്പോൾ ഈ കുട്ടിക്ക് അനീമിക് ആണെങ്കിൽ അവിടെ ആദ്യം അഡ്രസ്സ് ചെയ്യേണ്ട അവൾ അനീമിയാണ്. അവൾക്ക് ബ്ലഡ് ലോസ് ഒരുപാട് വന്നതാണ്, ഓൾറെഡി അവൾ അനീമിക് ആണെങ്കിൽ അത്തരത്തില്ല. അപ്പോൾ ഇവിടെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം തന്നെ അവരെ ഡൈജഷനെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ഡൈജഷനെ നമ്മൾ വെറുതെ കുറേ അരിഷ്ടവും കഷായമൊക്കെ കൊടുത്തിട്ട് ഇത് ഡൈജസ്റ്റ് ചെയ്യാനുള്ള പവർ അവക്കില്ലെങ്കിൽ പിന്നെ കുട്ടി അതുകൊണ്ട് പല അസുഖങ്ങളും, അതെ, ആ പ്രസവിച്ച പെൺകുട്ടിക്കും വരും, കുഞ്ഞിനും വരും. കുഞ്ഞിന് പിന്നെ ഉടനെ തന്നെ ഗ്യാസ് കയറി ആകെ കരച്ചിലും ബഹളവും, രാത്രി ഉറങ്ങില്ല എന്നൊക്കെ പറയും. ഇതൊക്കെ ശരിയായ ഒരു ഭക്ഷണക്രമവും ഒരു സൂതിക പരിചര്യമാണ്. അത് അവർ എടുക്കുന്നതാണെങ്കിൽ ഒരു കുഴപ്പം വരില്ല. അപ്പോൾ അവൾക്ക് ആദ്യം ഡൈജഷൻ കൂട്ടാനുള്ള ഡൈജസ്റ്റീവ് പവർ റെഗുലറാക്കി നോർമലൈസ് ചെയ്ത് കൊണ്ടുവരാനുള്ള മെഡിസിൻസ് കൊടുക്കും. അത് കഴിഞ്ഞിട്ടാണ് ഈ കഷായങ്ങൾ ഇതൊക്കെ കൊടുക്കുന്നത്. ഒപ്പം തന്നെ വെജൈനയും യൂട്രസും റിട്രാക്ട് ചെയ്യാനുള്ള മെഡിസിൻസാണ് കൊടുക്കുക. പിന്നെ എച്ച് ബി കറക്റ്റ് ചെയ്യാൻ. അപ്പോൾ ശരിയായൊരു ഡോക്ടറുടെ അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ സഹായത്തോട് കൂടിയിട്ടുള്ള ഒരു പോസ്റ്റ്നേറ്റൽ കെയർ അത്യാവശ്യമാണ്, നല്ലതാണ്. അതല്ലാതെ വരുമ്പോഴാണ് ഈ ചുടുവെള്ളം തിളപ്പിച്ച് ഒഴിക്കലും കെട്ടലും ഭയങ്കര പേടിയാണ്, മുറുക്കലും ഇതൊക്കെ ഒരു എന്താ പറയുക, ഒരു പീഡനമായി മാറിയത്. പല പെൺകുട്ടികളും പറയണം പ്രസവിക്കാൻ ഇത്രയും ബുദ്ധിമുട്ടില്ല, 40 ദിവസം കഴിഞ്ഞു പോകാനാണ് ഏറ്റവും ഇടങ്ങേറായതെന്നൊക്കെ പല പെൺകുട്ടികളും പറയാറുണ്ട്. ഈ വയറ് കെട്ടലൊക്കെ ശരിക്കും അത് ഒരു സയൻറ്റിഫിക്കലി ആണോ? അതിൻ്റെ ഒരു പ്രത്യേക രീതിയുണ്ട്. കെട്ടുന്നത് ദോഷാന്നല്ല, പക്ഷെ ആ രീതിയിൽ തന്നെ കെട്ടണം. പക്ഷെ അങ്ങനെയല്ല പലപ്പോഴും കെട്ടുന്നത്. ഒരു തോർത്തിട്ട് മുറുക്കിയിട്ട് കുറച്ച് കഴിഞ്ഞാൽ ആ തോർത്തെല്ലാം കൂടെ ഓരോരുത്തർ ഇങ്ങനെ ഒരു സ്ട്രാൻഡായിട്ട് നിൽക്കും. അതല്ല അതിൻ്റെ രീതി. അതിൻ്റെ കെട്ടുന്ന രൂപം കൊണ്ട് കെട്ടുന്ന തുണികൾ വേറെ രീതിയിൽ കട്ട് ചെയ്തിട്ടൊക്കെയാണ് അവർ ഉണ്ട്. സി സെക്ഷൻ ആവുമ്പോൾ നമ്മൾ ഉടനെ തന്നെ വയറ് കെട്ടാനൊന്നും പറയില്ല. വൂൺസ് ഉണങ്ങണം. ഉടനെ തന്നെ മെഡിസിൻസും വളരെ ശ്രദ്ധിച്ചിട്ടേ കൊടുക്കുള്ളൂ. വൂൺസ് ഉണങ്ങി നല്ലോണം അവർ പഴയ രീതിയിലേക്ക് എത്തിയിട്ടേ പലപ്പോഴും
എണ്ണ തേച്ച് കുളികളും ഒക്കെ നടത്തും. അല്ലെങ്കിൽ പിന്നെ അത് ഭയങ്കര പ്രശ്നമായി. അതെ, വൂൺസ് ഹീൽ ചെയ്യണമല്ലോ. അവർക്ക് ഓൾറെഡി അവിടെ പെൽവിസിന് അവിടെ ഒരു വൂണ്ട് ഉണ്ടാവുമല്ലോ സിസേറിയൻ. ജസ്റ്റ് PCOD എന്നാണ് അങ്ങോട്ട് എത്തിയത്, പറഞ്ഞ് അങ്ങോട്ട് എത്തി. അപ്പോൾ നമ്മളിപ്പോൾ PCODൻ്റെ കാര്യങ്ങൾ പറഞ്ഞു വന്നു. അപ്പോൾ ശരിക്കും ഇത് നമുക്ക് ആദ്യം തന്നെ, അതായത് വരാതെ നോക്കുന്നതിൽ ഏറ്റവും ബെറ്റർ. അപ്പോൾ അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? അതായത് PCOD ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെ ഫുഡ് ഉൾപ്പെടുത്തണം, എന്തൊക്കെ ഒഴിവാക്കണം? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പം നുബില ചോദിച്ചത്. എനിക്ക് തോന്നുന്നു ആരും ഇത് ചോദിക്കാറില്ല. പലപ്പോഴും PCODയും കൊളസ്ട്രോളും ഡയബറ്റീസ് ഒക്കെ വന്നതിൻ്റെ ശേഷമാണ് മാറ്റാന്ന് ആലോചിക്കുന്നത്. പക്ഷെ പെൺകുട്ടികൾ, എനിക്ക് പറയാനുള്ളത് ഇനിയുള്ള കാലത്ത്, പ്രത്യേകിച്ച് ഈ ഒരു ഇറയിൽ പെൺകുട്ടികൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് PCODയെ നമുക്ക് എങ്ങനെ, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ അല്ലേ, പ്രിവെൻറ്റ് ചെയ്ത് എങ്ങനെ നിർത്താം എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. അല്ല വന്നതിൻ്റെ ശേഷമല്ല മെഡിസിൻ കഴിക്കേണ്ടത്. അതിന് എക്സസൈസിന് വലിയൊരു പങ്കുണ്ട്. എക്സസൈസ് കൃത്യമായിട്ട് ഡെയിലി ചെയ്യാം. അത് ഒരു ലൈഫിൻ്റെ ഭാഗമൊക്കെ അറ്റ്ലീസ്റ്റ് നടത്തോ, പെൽവിക് ഫ്ലോറോ, ഒരു ഡെയിലി ഒരു ഹാഫ് അവർ എക്സസൈസ് അവരുടെ ജീവിതത്തിൽ തുടങ്ങണം നമ്മൾ. അത് എനിക്ക് തോന്നുന്നു ഒരു പ്യൂബേർട്ടി സ്റ്റേജ് മുതൽ തന്നെ, പ്രീ പ്യൂബേർട്ടി ആയിട്ടാവും നല്ലതാവുക. ഒരു 10 വയസ്സ് ഒക്കെ 10 വയസ്സ് ആവുമ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ പിന്നെ അതുപോലെ തന്നെ ഫുഡിൻ്റെ കാര്യത്തിലും ഒരു ശ്രദ്ധയുണ്ടായിരിക്കണം. എന്ത് കഴിക്കണം, എന്ത് കഴിക്കരുത്. പട്ടിണി കിടക്കുന്നത് ഉത്തമമാണെന്ന് പറയുന്നില്ല. പട്ടിണി കിടക്കുന്നതല്ല ഉചിതമായ മാർഗം. എന്ത് കഴിക്കണം, എപ്പോൾ കഴിക്കണം, എത്ര അളവിൽ കഴിക്കണം, എങ്ങനെ കഴിക്കണം, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ രീതിയിൽ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അവരുടെ ഉറക്കത്തിന് ഇതിലൊക്കെ പങ്കുണ്ട്. ഉറക്കം വൈകുന്തോറും അവർക്ക് ഇത്തരത്തിലുള്ള ഡിസീസുകൾ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പിന്നെ ഒരു ഹെറിഡിറ്ററി ബേസിസും ഉണ്ട് PCOD. അതെ അതെ അതെ, അങ്ങനെയും വരാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. വരും തീർച്ചയായും. മെയിനായിട്ട് ഫുഡാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പ്രത്യേകിച്ച് ഇപ്പോൾ റമളാൻ മാസം കൂടി ആയതുകൊണ്ട് നമുക്കൊന്നും കൂടി അതിലൊരു ഫോക്കസ് ചെയ്യാൻ പറ്റുന്നതും പാരൻസിന്, കുട്ടികൾക്ക് അതിനൊരു അവയർനെസ് കൊടുക്കാൻ പറ്റിയതാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ അൽവിക്കായത്ത് ഖൈറും മിനൽ ഇലാജാണല്ലോ, അതായത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. അപ്പോൾ പല അസുഖങ്ങളും വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ ഏറ്റവും ബെറ്റർ അത് വരാതെ നോക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഫുഡ് ഹാബിറ്റുകളും എക്സസൈസുകളും നിരന്തരം നമ്മൾ ജീവിതത്തിൽ ഫോളോ ചെയ്യുക. ഇത്തരത്തിലുള്ള അസുഖങ്ങളൊക്കെ വരാതെ നോക്കാം. അസ്സലാമു അലൈക്കും.